കാസർഗോഡ് മഞ്ചേശ്വരത്ത് വാഹനാപകടത്തിൽ 3 മരണം. കാർ ഡിവൈഡറിലേക്ക് ഇടിച്ചാണ് അപകടം. ഒരാളുടെ നില ഗുരുതരമാണ്. ജനാർദ്ദനൻ, വരുൺ, കിഷൻ എന്നിവരാണ് മരിച്ചത്. ടയർ, ഷോക്ക് അബ്സർ എല്ലാം ഊരിട്ട് പോയിട്ടോ. അങ്ങ് തടി അടിച്ചു പൊട്ടി കഴിഞ്ഞു. ഷോക്ക് അബ്സറിന്റെ ഇതെല്ലാം ഉണ്ട് തട. ബൈക്കിലൊക്കെ അല്ല, ഡിവൈഡറിലൊക്കെ അടിച്ച ഷോക്ക് അബ്സർ ഫുള്ള് പൊട്ടി കഴിഞ്ഞു. ഇപ്പോൾ KV ബൈജു വിവരങ്ങൾ വായിച്ചിരിക്കുകയാണ്. ബൈജു, ദുഃഖകരമായ വാർത്തയാണ്. 3 മരണം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഡിവൈഡറിലേക്ക് ഇടിച്ചാണ് അപകടം. എന്താണ് സംഭവിച്ചത്? ഉറങ്ങിപ്പോയതോ അല്ലെങ്കിൽ നിയന്ത്രണം വിട്ടതോ എന്താണ് എന്ന് അറിയാൻ കഴിയുന്നുണ്ടോ? രേണുക, മഞ്ചേശ്വരം വാമഞ്ചൂർ ചെക്ക് പോസ്റ്റിന് സമീപമാണ് ഈ അപകടം ഉണ്ടായത്. 10 മണിയോടുകൂടിയാണ് അപകടം ഉണ്ടായത്. എന്തായാലും ഈ നിർമ്മാണം ദേശീയപാതയുടെ 6 വരി ദേശീയപാതയുടെ നിർമ്മാണം പുരോഗമിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇവിടെ. ഡിവൈഡറുകളും മറ്റും പല സ്ഥലങ്ങളിലായും അത്തരത്തിൽ സ്ഥാപിച്ച ഒരു സ്ഥലമാണ്. ഈ ഡിവൈഡറിൽ ഇടിച്ചാണ് ഇത്തരത്തിൽ അപകടം ഉണ്ടായത്. കാറ് ഇടിയുടെ ആഘാതത്തിൽ പൂർണ്ണമായും തകർന്നിരുന്നു. മാത്രമല്ല, ഈ 3 പേരും സംഭവ സ്ഥലത്ത് തന്നെ മരണപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇതിലും ഒരാൾ ഗുരുതരമായി പരിക്കേറ്റ് ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയുണ്ട്. ബേക്കൂർ സ്വദേശി കൃഷ്ണകുമാർ, ബായിക്കട്ട സ്വദേശി വരുൺ, മംഗലാപുരം സ്വദേശി കിഷുൻ എന്നിവരാണ് മരിച്ചത്. ഇപ്പോൾ ഒരാൾ ഇപ്പോൾ ഗുരുതരമായി ചികിത്സയുണ്ട്. എന്നാൽ നേരത്തെയും ഇതിന് സമീപത്ത് തന്നെ ആംബുലൻസ് ഒരു കാറിലിടിച്ച് 4 പേർ മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ നിരന്തരം അപകടമുണ്ടാകുന്ന ഒരു മേഖലയാണ്. ഏതായാലും ഇപ്പോൾ ഈ അപകടം ഉണ്ടായതിന് അമിത വേഗതയാണോ എന്ന കാര്യത്തിൽ ഒരു സൂചനകൾ വരുന്നുണ്ട്. പക്ഷേ അത് പോലീസിന്റെ ഭാഗത്ത് നിന്ന് സ്ഥിരീകരണം വരുന്നുണ്ട്. ഈ ഭാഗങ്ങളിലെല്ലാം വലിയ അമിത വേഗതയിലാണ് വാഹനങ്ങൾ സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ അപകടങ്ങൾ പതിവാകുന്ന ഒരു മേഖല കൂടിയാണ്. നാട്ടുകാരൊക്കെ ഇതിൽ വലിയ പ്രതിഷേധവുമായി രംഗത്തെത്തി. റോഡ് മുറിച്ചെടുക്കുന്നവരൊക്കെ ഇത്തരത്തിൽ അപകടപ്പെടുന്ന മരണപ്പെടുന്ന സാഹചര്യം ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു. വലിയ പ്രതിഷേധമൊക്കെ നേരത്തെ ഉയർന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ മഞ്ചേശ്വരം, ഉപ്പള, ഈ വാമഞ്ചൂർ ഈ സ്ഥലങ്ങളൊക്കെ. ഏതായാലും വാമഞ്ചൂരിലാണ് ഈ അപകടം ഉണ്ടായത്. കാറ് നിയന്ത്രണം വിട്ട് ഡിവൈഡറിലിടിച്ച് മറിയുകയായിരുന്നു. കാറ് പൂർണ്ണമായും തകർന്ന ഒരു സാഹചര്യമായിരുന്നു. 3 പേരും സംഭവ സ്ഥലത്ത് തന്നെ മരണപ്പെടുന്ന സാഹചര്യമായിരുന്നു. എന്തായാലും അതീവ ദുഃഖകരമായ ഒരു വാർത്ത തന്നെയാണ് കാസർഗോഡ് നിന്ന് ഇപ്പോൾ വരുന്നത്. ഈ പരിക്കേറ്റ് ആശുപത്രിയിലുണ്ട് എന്ന് പറയുന്ന ആളുടെ ആരോഗ്യനില എങ്ങനെയാണെന്നാണ് അറിയാൻ കഴിയുന്നത്. ബൈജു, ഈ 4 പേർ മാത്രമായിരുന്ന വണ്ടിയിൽ ഉണ്ടായിരുന്നത്, സ്ഥിരീകരിച്ചിട്ടുണ്ടോ അത്? രേണുക, 4 പേർ മാത്രമായിരുന്നു ഈ വാഹനത്തിലുണ്ടായിരുന്നത്. ഈ ഉപ്പനങ്ങാടി സ്വദേശി രത്നനാണ് ഇപ്പോൾ മംഗളൂരുവിലെ ആശുപത്രിയിലുള്ളത്. അദ്ദേഹത്തിന്റെ നില അതീവ ഗുരുതരം എന്ന് തന്നെയാണ് നമുക്ക് കിട്ടുന്ന വിവരം. എന്തായാലും ഈ അത്രത്തോളം വലിയൊരു ഇടിയായിരുന്നു. അതിന് ടയർ ഉൾപ്പെടെ എല്ലാം ഓരോ ഭാഗത്തായി ചിതറി കിടക്കുന്ന രീതിയിലാണ്. കാറ് പൂർണ്ണമായും തകർന്ന സാഹചര്യമായിരുന്നു. 3 പേരും സംഭവ സ്ഥലത്ത് തന്നെ മരണപ്പെടുന്ന ഒരു അവസ്ഥയും ഉണ്ടായിരുന്നു. ഏതായാലും ഈ പരിക്കേറ്റ ആളുടെ നില ഗുരുതരം തന്നെയാണ് നമുക്ക് വിവരം കിട്ടുന്നത്. മഞ്ചേശ്വരം പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഈ അപകട കാരണം എന്താണെന്ന് വ്യക്തമല്ല. ഇതൊരു ആക്സിഡന്റ് സ്പോട്ടോ മറ്റോ ആണോ? ഡിവൈഡർ സാധാരണ ചിലയിടങ്ങളിലൊക്കെ ഇങ്ങനെ ഡിവൈഡർ രാത്രികാലങ്ങളിൽ അപകടക്കെണി ഒരുക്കാറുമുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഹിസ്റ്ററി ഉണ്ടോ ഇവിടെ? തീർച്ചയായും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആംബുലൻസ് അപകടത്തിൽപ്പെട്ട് 3 പേർ, ഒരു മൂകാംബിക ദർശനം കഴിഞ്ഞ് മടങ്ങി വരികയായിരുന്ന 3 പേർ മരണപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ സമീപത്ത് വെച്ചായിരുന്നു ഈ അപകടം ഉണ്ടായത്. അതായത് അശാസ്ത്രീയമായ രീതിയിൽ പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ ഡിവൈഡറുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതുതന്നെയാണ് ഇവിടെ അപകട പതിവാകാനുള്ള ഒരു കാരണം. ഇതിനെതിരെ നാട്ടുകാർ വലിയ പ്രതിഷേധവുമായി നേരത്തെ രംഗത്ത് വന്നിരുന്നു. നേരത്തെ നാട്ടുകാർ വാഹനമിടിച്ച് മരണപ്പെടുന്ന നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് വാഹനാപകടങ്ങൾ ഈ മേഖലകളിൽ ഉണ്ടായിട്ടുണ്ട്. പ്രധാനമായും 6 വരി ദേശീയപാത നിർമ്മാണം പുരോഗമിക്കുന്ന പല സ്ഥലങ്ങളിലും ഡിവൈഡറുകൾ അശാസ്ത്രീയമായി ഇത്തരത്തിൽ സ്ഥാപിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് അപകട കാരണം, പലതരത്തിലുള്ള വാഹനാപകടം ഉണ്ടാവാനും കാരണം. ഏതായാലും ഇതിപ്പോൾ കർണാടകയും അത് കേരള അതിർത്തി പങ്കിടുന്ന സ്ഥലത്ത് വാമഞ്ചൂർ എന്ന് പറയുന്ന നേരത്തെ സെൽ ടാക്സ് ചെക്ക് പോസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ്. ഉപ്പള പാലത്തിന് സമീപമായ ഒരു സ്ഥലമാണ്. ഇവിടെ വേഗത കൂടുതലാണ്, വാഹനങ്ങൾ അത്തരത്തിൽ വേഗതയിൽ സഞ്ചരിക്കുന്നു എന്ന ഒരു പരാതിയുമുണ്ട്. എന്നാൽ ഇപ്പോൾ നിലവിൽ അശാസ്ത്രീയമായ രീതിയിൽ ഡിവൈഡറുകൾ സ്ഥാപിച്ചിട്ടുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. അതുകൊണ്ട് നാട്ടുകാർ ഇപ്പോൾ പ്രതിഷേധമായി രംഗത്തെത്തുന്നുണ്ട്. ദേശീയ പാതയാണ്, അതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് ഇത്തരത്തിൽ അശാസ്ത്രീയമായ രീതിയിലുള്ള ഈ നിർമ്മാണ പ്രവൃത്തിയൊക്കെ വലിയ തോതിലുള്ള അപകടം ഉണ്ടാകുന്നു തന്നെയാണ് പരാതി വരുന്നത്. നേരത്തെയും നിരവധി വാഹനാപകടങ്ങൾ ഈ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്. രേണുക, ശരി. KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ദുഃഖകരമായ വാർത്തയാണ്. 3 പേരുടെ മരണം തത്സമയം അവിടെ തൽക്ഷണം തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. പരിക്കേറ്റ ഒരാളുടെ നില ഗുരുതരമാണെന്നും ബൈജു റിപ്പോർട്ട് ചെയ്യുന്നു.